പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ വരുന്ന ഓരോ കണക്കും BJPയെ മുൻപെങ്ങുമില്ലാത്ത വിധം അങ്കലാപ്പിലാക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്നുള്ള തലപുകുഞ്ഞുള്ള ആലോചനയിലേക്കാണ് ഇപ്പോൾ അവസാന നിമിഷത്തിൽ BJP എത്തിയിരിക്കുന്നത്. കാരണം ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ശക്തമാണ് എന്നുള്ളത് തന്നെയാണ്. ഹരിയാനയിലാണ് സംഭവം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് വിഹിതത്തിൽ വന്ന ഇടിവ് ഇതിന്റെ വ്യക്തമായ സൂചനയാണ് കാണിക്കുന്നത്. 2019 58.21 ആയിരുന്നു BJPയുടെ വോട്ട് വിഹിതം. 2024 എത്തിയപ്പോഴേക്കും അത് 46.10% കുറയുകയാണ് ഉണ്ടായത്. ഇനി 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 2019 വലിയ ഇടിവ് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. 34% നിന്ന് 36.49% വിഹിതം ഇങ്ങനെ കുറഞ്ഞു താഴോട്ട് വന്നു. മറുവശത്ത് കോൺഗ്രസിനാകട്ടെ വലിയ മുന്നേറ്റത്തിന് സാധ്യമായി. 2019 28.15% ഉണ്ടായിരുന്ന വോട്ട് വിഹിതം 2024 43% മാറിയത്. വലിയൊരു വ്യത്യാസമാണ് സംഭവിച്ചത്. 28 നിന്ന് 49 അത്രമാത്രം കുതിച്ചുയരാൻ കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളതാണ്. ഈ കണക്കുകൾ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം ഉയർത്തുന്നുണ്ട്, BJPയുടെ നെഞ്ചിടിപ്പും. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം ജനങ്ങളെ നേരിട്ട് ബോധ്യപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ BJPയുടെ പ്രചരണം. ഇതുകൊണ്ട് മാത്രം മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നും BJPക്ക് വ്യക്തമായി അറിയാം. ജാതി സമവാക്യങ്ങളിലും BJP വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ വെച്ചു പുലർത്തുന്നത്. ജാട്ട് ഇതര വോട്ടുകളിലും OBC വോട്ടുകളിലുമാണ് BJP കണ്ണുവെക്കുന്നത്. കോൺഗ്രസ് ആകട്ടെ ജാട്ട് മുസ്ലിം വോട്ടുകളും SC വോട്ടുകളും തങ്ങളെ തുണയ്ക്കുമെന്ന വിശ്വാസമാണ്. ഒരു കൃത്യമായ രേഖ തന്നെ അതിനുണ്ട്. അതിനിടെ ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ ഉറപ്പിക്കാൻ RSS പിന്തുണയും BJP തേടുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് BJPയുടെ പ്രചരണത്തിൽ നിന്നും RSS നേതൃത്വം വിട്ടുനിന്നിരുന്നു. ഇത് തിരിച്ചടി എന്ന നിലയിൽ വിലയിരുത്തൽ നേതൃത്വത്തിനുണ്ട്. അത് മാത്രമല്ല, മുൻ മനോഹർലാൽ ഖട്ടർ സർക്കാരിൽ അതൃപ്തി ഉണ്ടായിരുന്ന MLA മാർ അടക്കമുള്ളവരുടെ പിന്തുണ ഉറപ്പാക്കാൻ കൂടി ലക്ഷ്യം വെച്ചാണ് BJP RSS സഹായം തേടുന്നത്. നേരത്തെ ഖട്ടർ സർക്കാരിനെതിരെ RSS ആഭ്യന്തരമായ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ഖട്ടർ തുടർന്നാൽ ഭരണ തുടർച്ച ലഭിക്കില്ലെന്നായിരുന്നു റിപ്പോർട്ട്. പിന്നീട് ഖട്ടറിനെ നീക്കി സൈനിയെ മുഖ്യമന്ത്രിയായി നിയോഗിച്ചെങ്കിലും നീക്കം വൈകിപ്പോയി എന്നതാണ് RSSന്റെ വിലയിരുത്തൽ. പക്ഷെ ഏതൊക്കെ തരത്തിൽ BJP കിണഞ്ഞു പരിശ്രമിച്ചാലും BJPയുടെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കേണ്ട എന്നാണ് വോട്ടർമാർ തന്നെ പറയുന്നത്. കാരണം നേരത്തെ ഖട്ടർ സർക്കാരിനെതിരെ RSS ആഭ്യന്തരമായ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ഖട്ടർ തുടർന്നാൽ ഭരണ തുടർച്ച ലഭിക്കില്ല എന്നതായിരുന്നു ആ റിപ്പോർട്ട്. പിന്നീട് മനോഹർലാൽ ഖട്ടറിനെ നീക്കി സൈനിയെ മുഖ്യമന്ത്രിയെ നിയോഗിച്ചെങ്കിലും വൈകിപ്പോയി എന്നത് ഒരു വലിയ വിലയിരുത്തലായി അവിടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം? ഇരട്ട എഞ്ചിൻ സർക്കാർ ഓടിച്ചിരുന്ന ഹരിയാനയിൽ വിജയിക്കാൻ എന്നാണ് ഇപ്പോൾ തലപുകയ്ക്കുന്നത്.